കൊല്ലം കൊട്ടാരക്കരയിൽ കടന്നൽ കുത്തേറ്റ് 7 പേർക്ക് പരിക്ക്. പത്തടിയിൽ പാടത്ത് വെച്ചാണ് കർഷകർക്കും നാട്ടുകാരായ 3 പേർക്കും കുത്തേറ്റത്. ബഹളം കേട്ടോണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. അപ്പം ആൾക്കാരിങ്ങനെ നമ്മുടെ എല്ലാം കൂടെ കുറേ ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ വെളിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു, കടന്നൽ കുത്തേറ്റ് ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചെല്ലുമ്പോഴാണ് സ്ത്രീകളും അവരെ നമ്മുടെ അയൽവക്കത്തുള്ള സ്ത്രീകളും അവരെ ഭർത്താക്കന്മാരെല്ലാം കൂടെ ഇങ്ങനെ പുതപ്പും തുണിയെല്ലാം കൂടി ഇട്ടിങ്ങനെ പിന്നെ കൂടിയിരിക്കുന്നു, കടന്നൽ കുത്തേറ്റ്. അങ്ങനെ ഞാൻ ഓടിച്ചെല്ലുമ്പം ഒരാൾ അവശരാണ്. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് സംഭവിച്ചത്? അനീഷ, വൈകിട്ട് 3 മണി കഴിയുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം കൊട്ടാരക്കര പത്തടിയിലാണ് കടന്നലിന്റെ കുത്തേറ്റ് ഇപ്പോൾ 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാളുടെ നിലയാണ് ചെറിയ രീതിയിൽ ഗുരുതരാവസ്ഥയിലുള്ളത്. 72 വയസ്സുകാരനായ തുളസീധരനാണ്. ഇവർ ഈ കർഷകനായ സുഗതന്റെ പാടശേഖരത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു ഈ കടന്നലിന്റെ ആക്രമണം ഉണ്ടായത്. അങ്ങനെയായിരുന്നു 4 പേർക്ക് ആക്രമണമേറ്റത്. ഈ പ്രദീപ്, ബിജു, മനോജ്, രവീന്ദ്രൻ, സുഗതൻ ഒപ്പം ചികിത്സയിലുള്ള തുളസീധരൻ എന്നിവർക്കാണ് ഈ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഈ പരിക്കേറ്റ 4 പേര്, അതായത് ഈ കടന്നൽ ആക്രമണത്തിൽ കുത്തേറ്റ 4 പേരെ രക്ഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു മറ്റു 3 പേർക്ക് കുത്തേറ്റ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിൽ ഈ തുളസീധരന്റെ നില മാത്രമാണ് ഗുരുതരമായുള്ളത്. മറ്റ് 6 പേരും ഇപ്പോൾ ചികിത്സയിലുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല തുളസീധരന്റെ ആരോഗ്യനിലയിൽ എന്നുള്ളതാണ് നിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ.